ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, പരമാവധി വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണം. ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ആ ഒരു പോർഷനിലായിരിക്കാം നമുക്ക് മെയിനായിട്ടുള്ള ആ ഒരു പോയിന്റ് പറയുന്നത്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വെച്ചിട്ട് നമ്മുടെ ഷോൾഡർ, ആം ഹോള്, അതേമാതിരി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത്, ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത്, അതുമാതിരി തന്നെ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്, ഇത്രയും കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പ വഴിയാണ്. അതായത് നമ്മുടെ നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. ഇത് ചുരിദാറിന് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ സെയിം മെത്തേഡ് തന്നെ, പക്ഷെ അത് നമ്മുടെ ചുരിദാറിനും ബ്ലൗസിനും കൂടെ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയ ഡൗട്ട്, അതായത് തയ്യൽ തുമ്പിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് പെട്ടെന്നൊരു ഇതായിട്ട് ചെയ്തതാണ്, ഒരു റെക്കമെൻഡേഷൻ വീഡിയോ പോലെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ധൃതിക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാം. നൈറ്റിക്ക് എടുക്കുന്ന രീതിയാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ ചുരിദാറിന് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. നമ്മൾ വീട്ടിലിടുന്ന നൈറ്റി അതിപ്പം നമ്മൾ ഒരുപാട് ടൈറ്റിൽ നമ്മൾ എടുക്കത്തില്ല. എന്നാലും ഈ ഒരു ഇതൊക്കെ നമുക്ക് ഏകദേശം ചുരിദാറുമായിട്ടൊക്കെ തന്നെ ഏകദേശം തന്നെ ഈക്വൽ ആയിരിക്കും. അപ്പം നമ്മൾ നൈറ്റി കൂടുതലും നമ്മുടെ കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും ഒരു 36 നമുക്ക് കൂടുതലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈസ് എന്ന് പറയുന്നത് 36, 38, ഇപ്പോൾ 32, 34 ഉണ്ട്. എന്നാലും നമ്മൾ അത് കൂടുതൽ എപ്പോഴും അത് കിട്ടണമെന്നില്ല. കൂടുതലും 36, 40 ഒക്കെ ആയിരിക്കും നൈറ്റിയുടെ ഷേപ്പ് കൂടുതലും നമുക്ക് ആ ഒരു സൈസിലായിരിക്കും കിട്ടുന്നത്. അപ്പം ഇന്ന് നമുക്ക് എല്ലാ സൈസിനും പറ്റുന്ന രീതിക്കുള്ള ഒരു എന്താ പറയുക, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഫോർമുലയും കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഫോർമുല എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ ചെസ്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് കാണാനായിട്ടാണെങ്കിൽ ചെസ്റ്റിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം തന്നെ ബിഗിനേഴ്സ് ഈ ഒരു പോർഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. നമ്മുടെ നൈറ്റി തുണി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ലെങ്ത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് മടക്ക് കൊള്ളുന്നത് ഈ ഒരു വശത്താണ് നമ്മളെല്ലാം മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചില ചുരിദാറിന് തുണി ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് നോക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നെക്കിൻ്റെ ഇത് നമുക്ക് താഴത്തേക്ക് ആം ഹോൾ, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരത്തെ ആ ഒരു ഇത് വെച്ചിട്ട്, ആ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് 40 സൈസിലുള്ളവർക്ക് ഉള്ള ഇതിലാണ് നമ്മൾ എക്സാമ്പിളായിട്ട് 40 ആണ് എടുക്കുന്നത്. ഇപ്പം ഈ നമുക്കിഷ്ടമുള്ള നമ്മുടെ ഏതാണോ സൈസ് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 40 വെച്ചിട്ട് 40 വെച്ചിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പം 32 ആണോ, 42 ആണോ, 36 ആണോ, 38 ആണോ, അവിടെ 40-ന് പകരം ആ ഒരു ചെസ്റ്റ് സൈസ് നമ്മൾ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുന്നൊരു സൈസൊക്കെ ഉണ്ടാവും, 33 ഉണ്ടാകും, അതുമാതിരി തന്നെ 35 ഉള്ളവരുണ്ടാകും. അതിപ്പം നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് ഫിറ്റാകുന്ന രീതിക്ക് നമുക്ക് തയ്ക്കാം. അപ്പം നമ്മുടെ അളവിനനുസരിച്ച് അവിടെ നമ്മൾ ഈ 40-ൻ്റെ സ്ഥാനത്ത് നമ്മൾ ആ ഒരു അളവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയൊന്നും വ്യത്യാസമില്ല. അപ്പം ഞാൻ ഓരോ അളവ് എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മളിവിടെ പറഞ്ഞു ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 40 ആണ്, 40-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 2.5 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തതിനകത്ത് നമ്മൾ 3 എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ചുരിദാറിനും ബ്ലൗസിനും കൂടെ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ 2.5-ലാണ്. അപ്പോൾ 2.5 വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 7.5 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഷോൾഡറാണ് 7.5 എന്ന് പറയുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത് തന്നെ എടുത്താൽ മതി. ഷോൾഡർ നമ്മളിതാ ഈ ഒരു പോയിന്റ് ചെയ്ത് അത് മടക്ക് കൊള്ളുന്ന വശത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഷോൾഡർ എടുക്കാം. ഇതിനകത്ത് നമ്മൾ ഒരു തയ്യൽ തുമ്പും നമ്മൾ ചേർക്കേണ്ടതില്ല. നേരത്തെ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയും ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ഷോൾഡറിന് നമ്മൾ തയ്യൽ തുമ്പ് ചേർക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് 7.5 എന്നും പറഞ്ഞ് തന്നെ നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ആം ഹോളിൻ്റെ കാര്യം വരുമ്പോൾ ഷോൾഡർ എത്രയാണോ അത് തന്നെ നമുക്ക് ആം ഹോൾ എടുക്കാം. പിന്നെ ചില കേസസിൽ മാത്രമാണ് ഒരു
വ്യത്യാസം വരുന്നത്. അതായത് ചിലർക്ക് കൈക്ക് ഭയങ്കര വണ്ണം ഉണ്ടാവും, പക്ഷേ ബാക്കിയൊന്നും അത്രയും വണ്ണം, കൈക്ക് മാത്രം ഒരു ഭയങ്കര വണ്ണമുള്ള ഇതുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു വ്യത്യാസം ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ആ കൈവെട്ടുന്ന രീതിയിലുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇടാം, അത് പിന്നാലെ ഇടാം. അപ്പോൾ ആം ഹോളും നമ്മൾ അത് തന്നെ എടുത്താൽ മതി. ഷോൾഡർ എത്രയാണോ അത് തന്നെ, നോർമൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഷോൾഡർ എത്രയാണോ അത്രയും തന്നെ ആം ഹോൾ എടുക്കുക. പിന്നെ പറയുന്നത് നെക്ക് വിട്ടാണ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 40 ഡിവൈഡഡ് ബൈ 12 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3.3 വരും. അതാണ് നമ്മുടെ നെക്കിൻ്റെ വിട്ട്. അതായത് നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 3.3 ആണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം നെക്കിൻ്റെ വീതിയുടെ കാര്യത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്കും നെക്കിൻ്റെ വീതി തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3.3 വരെ നമുക്ക് നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ എല്ലാവരും ഒരു 4 ഇഞ്ചിനായിരിക്കും നെക്ക് തയ്ക്കുന്നത്. 1/2 ഇഞ്ചിന് തയ്ക്കുന്നവരുമുണ്ട്. നോർമലായിട്ട് എല്ലാവരും 4 ഇഞ്ചിനാണ് തയ്ക്കാറ്. അപ്പോൾ 4 ഇഞ്ചിന് തയ്ക്കുന്നവർ 4 ഇഞ്ച് കുറയ്ക്കുക, 1/2 ഇഞ്ചിനാണ് തയ്ക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച് കുറയ്ക്കുക. അപ്പം നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വൈഡായി പോകും. മാക്സിമം 3.3 തയ്ച്ച് കഴിഞ്ഞാലും 3.3 വരെ വരാകൂ. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു 4 ഇഞ്ചിന് തയ്ക്കുന്നവർ 2.2 കുറയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, ഒരു 3.1 ആണ് വരുന്നത്. അപ്പോൾ ഒരു 0.1 അല്ലേ, അത് നമുക്ക് 0.1 വലിയ വിഷയമില്ല. അതുകൊണ്ട് നമുക്ക് 3 വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പം നെക്കിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 3 എടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വൈഡായി പോകത്തില്ല. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 3.25 നമുക്ക് നിൽക്കും. അപ്പോൾ ദാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നെക്കിൻ്റെ വിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മൾ 4 ഇഞ്ച് കുറയ്ക്കുമ്പോഴത്തേക്കും 3.1 ആണ് വരുന്നത്. ആ ഒരു 0.1 എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് 3 എടുത്താൽ മതി. നെക്കിൻ്റെ വിട്ട് കാര്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. തയ്യൽ തുമ്പ് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഇത്ര വേണ്ടത്. പിന്നെ വരുന്നത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്. അത് നമ്മുടെ നെക്ക് വിട്ട് തന്നെ കൊടുത്താൽ മതി. നമ്മുടെ ബാക്ക് നെക്കിന് നൈറ്റി ആയതുകൊണ്ട് നമ്മൾ ബാക്ക് നെക്കിന് അധികം ഇറക്കം വയ്ക്കലില്ല. അതുകൊണ്ട് ഇത് ബാക്ക് നെക്കിന് നമ്മൾ നെക്കിൻ്റെ വിട്ട് 3.3 എന്ന് പറയുന്ന ഈ അളവ് തന്നെ നമ്മൾ കൊടുത്താൽ മതി. ഇത് തന്നെ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ മതി. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 40 ഡിവൈഡഡ് ബൈ 6 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 6.6 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ആണ് നമുക്ക് 6.6 ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ നമുക്ക് 6.6 നമുക്ക് കിട്ടും. അപ്പം ഫ്രണ്ട് ഇതെന്ന് പറയുന്നത് ഈ 6.6 എന്ന് പറയുന്നത് മാക്സിമം ആണ്. മിനിമം എന്ന് പറയുന്നത് 3.3 ആണ്. അതായത് നമ്മുടെ നെക്കിൻ്റെ വെട്ടിലെ അതാണ് നമ്മുടെ മിനിമം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുറഞ്ഞത് 3.3 നമുക്ക് ഇറക്കം വയ്ക്കാം. ഏറ്റവും കുറഞ്ഞ ഇറക്കം 3.3 വേണം. എന്നാൽ കൂടിയ ഇറക്കം എന്ന് പറയുന്നത് 6.6 വേണം നമുക്ക് വരാനായിട്ട്. ഈ 0.1 എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് വിട്ട് കളഞ്ഞിട്ട് വേണമെങ്കിൽ 6.5 എന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. ചിലർ ഒരുപാട് ഇറക്കി വെക്കുന്നവരുണ്ടാവും, ചിലർക്ക് അധികം ഇറക്കുന്ന ഇഷ്ടമില്ല, ചിലർ മീഡിയത്തിൽ നിൽക്കുന്നവരുണ്ടാവും. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്കിത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മളിവിടെ കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് താഴത്തേക്ക് ഇപ്പം ബാക്ക് നെക്കിൻ്റെ നമ്മൾ 3.3 തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എടുക്കാം കേട്ടോ. ചെറിയ തയ്യൽ തുമ്പ് വലിയ വിഷയം വരുന്നില്ല. പിന്നെ വരുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ, അത് നമ്മുടെ ഇഷ്ടത്തിനാണ് താഴത്തോട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പം കുറഞ്ഞത് 6.6 എന്ന് പറയുന്നത് നമ്മൾ 6.5 എന്നുള്ള കണക്കെടുക്കുക. പക്ഷെ 6.5-ൽ നമ്മളൊരു 6 വരെ നമ്മൾ കണക്കാക്കിയാൽ മതി. അതായത് നമുക്ക് ഒരുപാട്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് ഫ്രണ്ടിലേക്ക് നെക്ക് ഇടിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് ഓരോരുത്തർ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഒരു 6 വരെയൊക്കെ വെച്ചാലും മതിയാകും. പിന്നെ നൈറ്റി അല്ലേ, നമ്മൾ വീട്ടിലൊക്കെ നിന്ന് ജോലി ചെയ്യാനും അത് നമ്മുടെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 6 വരെ നമുക്ക് എടുത്താൽ മതി. കുറഞ്ഞത് ഒരു 3.3 തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ അതൊരു എന്താ പറയുക, കഴുത്ത് ഓരോ ശരീരത്തിന് ഇത്ര കുറഞ്ഞത് ഇത്ര കൂടിയത് അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുക്കുക. ഇപ്പം 6 വെക്കുന്നതെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ 6
കാലായിട്ട് വരും. നമ്മുടെ തയ്യൽ തുമ്പ് എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 4 ഇഞ്ച് ഇടിച്ചിട്ടല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം 6 കാലായിട്ട് വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ നെക്കിൻ്റെ ഇറക്കവും എല്ലാം എടുക്കാനായിട്ട്. ഈ ഒരു കാര്യം മാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് തയ്യൽ തുമ്പിൻ്റെയൊക്കെ ഒരു വിഷയം വരുന്നത്. അല്ലാണ്ട് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.